നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷം 2025 ഉത്രാടം നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉത്രാടം നക്ഷത്രത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവര് ഗുരുഭക്തി, ഈശ്വരഭക്തി, കുലമഹിമ എന്നീ സദ്ഗുണങ്ങളാൽ അനുഗ്രഹീതരായി തീരുന്നവരാണ്. ശാലീന സ്വഭാവവും കുലീനത്വവും ഈ നക്ഷത്രക്കാരുടെ സദ്ഗുണങ്ങളാണ്. ആരെയും ദ്രോഹിക്കാത്ത ഒരു മനസ്സും സംസ്കാര സമ്പന്നമായുള്ള പെരുമാറ്റവും കൊണ്ട് ഇവരിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കുന്നുണ്ട്. ആഴത്തിലുള്ള അറിവും തികഞ്ഞ അച്ചടക്കബോധവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കാര്യങ്ങള് മുഖത്തു നോക്കി വെട്ടിത്തുറന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന സ്വഭാവം ഈ നക്ഷത്രക്കാർക്ക് തീരെ ഇല്ലാത്തവരാണ്. വിശ്വാസ വഞ്ചനയും കുതികാൽവെട്ടും ഈ നക്ഷത്രത്തിൽ പിറന്നവര് അല്പം പോലും ക്ഷമിക്കുകയുമില്ല. ഈ നക്ഷത്രത്തിൽ പിറന്നവര് വളരെ ചെറുപ്പകാലം മുതലേ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എല്ലാം ഏറ്റെടുക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അലസ സ്വഭാവം ഇടയ്ക്ക് ഇവരെ പിടികൂടുന്നതുണ്ട്. എന്നാൽ ചുറുചുറുക്കും കൃത്യനിഷ്ഠയും പുലർത്താൻ ഇവർക്ക് കഴിയുന്നതുമാണ്. അല്പം മുൻകോപമുണ്ടെങ്കിലും കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും എല്ലാം നിലനിർത്താൻ ഇവർക്ക് കഴിയും. സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. 30 വയസ്സിന് ശേഷമാണ് ഇവര് കൂടുതലും സ്വതന്ത്രവും സന്തോഷകരവുമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നത്. ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന 2 രോഗങ്ങളാണ് ത്വക്ക് രോഗവും ഉദരരോഗവും. ഇവര് 2 രാശികളിലായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ആദ്യത്തെ 15 നാഴിക ധനുരാശിയിലും അവസാനത്തെ 45 നാഴിക മകര രാശിയിലുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവര് മാന്യരും ശാന്ത സ്വഭാവമുള്ളവരും ആയിരിക്കും. വിദ്യാസുഖവും ഇവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ജനനം ആദിത്യ ദശയിലാണ്. 3 വയസ്സുവരെ ആദിത്യ ദശയും തുടർന്ന് 10 വർഷം ചന്ദ്രനും അടുത്ത 7 വർഷം ചൊവ്വയും 18 വർഷം രാഹുവും 16 വർഷം വ്യാഴവും 19 വർഷം ശനിയും ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങളൊക്കെ പോകുന്നത്. ഇവര് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അവിട്ടം, പൂരുരുട്ടാതി, രേവതി, മകം, ചോതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരുടെ രത്നങ്ങള് വജ്രവും മാണിക്യവുമാണ്. നിറങ്ങൾ വരുമ്പോൾ ആദ്യത്തെ 15 നാഴിക വെള്ള, പച്ച, ഓറഞ്ച്, ഇളം നീല എന്നീ നിറങ്ങളും അവസാനത്തെ 45 നാഴിക വെള്ള, ചുവപ്പ്, നീല, ചാരനിറം എന്നിവയുമാണ്. ഈ നക്ഷത്രക്കാരുടെ മൃഗം കാളയും പക്ഷി കോഴിയും വൃക്ഷം പ്ലാവുകളുമാകുന്നു. കൂടാതെ മറ്റൊരു കാര്യം, നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പറയുന്നത് വിഷു ദിവസം മുതൽ, അതായത് ഏപ്രിൽ 14 മുതൽ മെയ് അവസാനം വരെയുള്ള ഫലമാണ് പറയുന്നത്. ഏപ്രിൽ മാസം ഇവർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഉളവാക്കുന്നത്. അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. അത് നിങ്ങളുടെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടം ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണമാക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ സഹായ വാഗ്ദാനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെങ്കിലും അത് പാലിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏപ്രിൽ മാസം ഈശ്വര അനുഗ്രഹം വളരെ വേണ്ട ഒരു സമയമാണ്. വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് പൂജിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരമുണ്ടാവുന്നതാണ്. ഏപ്രിൽ 16, 22 തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായി കാണുന്നുണ്ട്. മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ അത് വിജയത്തിലെത്തുന്നതാണ്. ഉറ്റ ബന്ധുക്കളിൽ പലരും എതിർച്ചേരിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സുഖസൗകര്യങ്ങൾക്ക് നിങ്ങൾ പുതിയ വഴികളൊക്കെ കണ്ടെത്തുന്നുണ്ട്. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. പിതാവിന്റെ സ്വത്തൊക്കെ നിങ്ങൾക്ക് കൈവശം വന്ന് ചേരുന്നുണ്ട്. മാതാവിന്റെ രോഗം മനക്ലേശത്തിന് ഇടവരുത്തുന്നുണ്ട്. ഈശ്വരചിന്തയൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. മെയ് മാസം 1, 3, 12, 14, 17, 24, 27 തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായി കാണുന്നുണ്ട്. ഒരു സമ്മിശ്ര ഫലമാണ് മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പോകുന്നത് ജൂൺ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ജൂൺ മാസത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ ഉദ്ദേശിച്ച ഫലം കാണുകയില്ല. നാൽക്കാലികളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം എന്നാൽ ഉണ്ടാവുന്നുണ്ട്. മറ്റ് ബന്ധുക്കൾ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ജൂൺ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സമയം തന്നെയാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ജൂൺ 7, 10, 20, 21, 22 തീയതികൾ ശുഭകരമാണ്. ജൂലൈ മാസത്തിലേക്ക്
എത്തുമ്പോൾ ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നതാണ്. മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. സുഹൃത്തുക്കളുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈശ്വര അനുഗ്രഹം ഈ സമയത്ത് കൂടുതലുള്ളതിനാൽ നിങ്ങൾക്ക് എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ജൂലൈ മാസം ഒരു പകുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിച്ചു തുടങ്ങാം. പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ജൂലൈ 17, 18, 21, 23, 24, 25, 28, 30 തീയതികൾ നിങ്ങൾക്ക് ശുഭകരമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട്. ഈശ്വര ചിന്തയൊക്കെ കൂടുതലായിട്ടുണ്ടാവുന്നുണ്ട്. കൃഷിയിൽ നിന്ന് വേണ്ടത്ര ലാഭം ലഭിക്കുന്നുണ്ട്. രോഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ഉണ്ടാവുന്നുണ്ട്. അർഹിച്ച ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്നതാണ്. വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹമൊക്കെ നടക്കാൻ ഉള്ള സാധ്യത വളരെയേറെയാണ്. ദാമ്പത്യ ജീവിതമൊക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓഗസ്റ്റ് മാസം എന്തുകൊണ്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു മാസമാണ്. ഓഗസ്റ്റ് 1, 2, 7, 8, 9, 12, 14, 21, 22 തീയതികൾ വളരെ ശുഭകരമാണ്. സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബത്തിലൊക്കെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ മാറി മനസ്സിന് സന്തോഷം നൽകുന്ന ചില വാർത്തകളൊക്കെ ശ്രവിക്കുവാൻ നിങ്ങൾക്ക് ഇടയാവുന്നതാണ്. വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. വാഹന ലാഭമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ ലാഭം കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു സമയമാണ്. ഉപരിപഠനത്തിനൊക്കെ പറ്റിയൊരു സമയമാണ്. നഷ്ടപ്പെട്ടു പോയ ധനം തിരിച്ചു കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ വളരെ നല്ലൊരു മാസമായിട്ടാണ് കടന്നു പോകുന്നത്. വിഘ്നേശ്വര പ്രീതി വരുത്തുന്നത് നന്നായിരിക്കും. സെപ്റ്റംബർ 1, 2, 5, 6, 14, 17, 18, 24, 25 തീയതികൾ വളരെ ശുഭകരമാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഒക്ടോബർ, നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗിക രംഗത്തുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് തൊഴിൽ മാറ്റവും സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഈ ഒക്ടോബർ മാസം തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീരുന്നതാണ്. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതൊക്കെ മാറി സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ കഴിയുന്നതാണ്. തൊഴിൽ രംഗത്ത് വളരെ ഉന്നതമായിട്ടുള്ള ഒരു നേട്ടമാണ് ഒക്ടോബർ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒക്ടോബർ മാസം ഈശ്വരാനുഗ്രഹം വളരെ ഉള്ള ഒരു സമയമാണ്. ഒക്ടോബർ 1, 2, 8, 9, 10, 14, 15, 19, 20, 21, 27, 28 തീയതികൾ വളരെ ശുഭകരമാണ്. നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ്. കുടുംബത്തിലെ മംഗളകർമ്മത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ദൂരയാത്രകളൊക്കെ ചെയ്യുന്നുണ്ട്. ദുർച്ചെലവുകളൊക്കെ അധികരിക്കാതെ ശ്രദ്ധിക്കുക. ഈ സമയം ചില അപകടങ്ങളൊക്കെ നിങ്ങൾക്ക് പതിയിരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മറ്റൊരാളെ വെച്ച് ഡ്രൈവ് ചെയ്യിക്കുന്നത് വളരെ നന്നായിരിക്കും. യാത്രാവേളകളൊക്കെ സൂക്ഷിക്കുക. വാക്കും പ്രവൃത്തിയും ഒക്കെ നിങ്ങൾക്ക് ഫലപ്രദമാകുന്നതാണ്. അവസരങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഒരുപാട് അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് വരുന്നുണ്ട്. രക്ഷപ്പെടാനുള്ള അവസരങ്ങളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുന്നതാണ്. നവംബർ 7, 12, 13, 19, 20, 24, 26 തീയതികൾ ശുഭകരമാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഡിസംബർ, ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കുന്നതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നുണ്ട്. വരുമാനത്തിൽ വളരെയധികം വർധനവുണ്ടാവുന്നുണ്ട്. ഊഹക്കച്ചവടത്തിലൊക്കെ വളരെ ലാഭമുണ്ടാവുന്നുണ്ട്. ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കാലം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് സ്വയം തൊഴിലിനൊക്കെ പറ്റിയൊരു സമയമാണ്. കർഷകർക്ക് കാലം വളരെ അനുകൂലമാണ്. ഡിസംബർ മാസം എന്തുകൊണ്ടും ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. ഡിസംബർ 1, 3, 4, 10, 11, 12, 19, 20, 27 തീയതികൾ വളരെ ശുഭകരമാണ്. ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യവസായ രംഗത്തുള്ളവർക്കൊക്കെ വളരെയധികം ധനയോഗം കാണുന്നുണ്ട്. ജീവിത വിജയത്തിനായിട്ട് നിങ്ങൾ പുതിയ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നതാണ്. പൊതുരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ളവർക്ക് വളരെയധികം നല്ല സമയമാണ്. കലാരംഗത്തുള്ളവർക്കും വളരെ നല്ലൊരു സമയമാണ്. ഒരിക്കലും കിട്ടുകയില്ല എന്ന് കരുതിയ പണമൊക്കെ അപ്രതീക്ഷിതമായിട്ട് കൈവശം വന്നു ചേരുന്നതാണ്. ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം മാറി പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു സമയമാണ്. സ്വജനങ്ങളുടെ അഭിപ്രായമൊക്കെ കേട്ട് അത് സ്വീകരിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ജനുവരി 1, 2, 12, 14, 17, 26, 27, 29 തീയതികൾ വളരെ ശുഭകരമാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഫെബ്രുവരി, മാർച്ചിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നെത്തുകയാണ്. 2026 നിങ്ങളുടെ കാലം വളരെ അനുകൂലമായിട്ട് കാണുകയാണ്. ഭവനം പണിയാനും പുതുക്കി പണിയാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനൊക്കെ നിങ്ങൾക്ക് ഇട കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിലൊക്കെ വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്.
ഫെബ്രുവരി 1, 2, 9, 10, 11, 14, 15 തീയതികൾ വളരെ ശുഭകരമാണ്. മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ അഭയം പ്രാപിച്ചു വരുന്നവർക്കൊക്കെ ആശ്വാസമായി നിങ്ങൾ സാമ്പത്തിക സഹായമൊക്കെ നൽകുന്നുണ്ട്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ നിങ്ങൾ ആരംഭിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. പൊതുജനമധ്യത്തിൽ വളരെ വലിയൊരു ഉയർന്ന സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തുകൊണ്ടും മാർച്ച് മാസം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷുഫലം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വിഷുവർഷം ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പിന്നീടുള്ള മാസങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതം വെച്ചടി കയറ്റമാണ് ഉണ്ടാവുന്നത്. ഇതിൽ നിങ്ങൾക്ക് എടുത്തു പറയേണ്ടത് യാത്രാവേളകളിലെ ചില ചെറിയ അപകടങ്ങളൊക്കെ നിങ്ങൾക്ക് പതിയിരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ ദോഷഫലങ്ങളൊക്കെ മാറുവാനായിട്ട് വിഘ്നേശ്വര പ്രീതി നേടുന്നത് നല്ലതാണ്. വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. മേൽ പറഞ്ഞിരിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഇത് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.